ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത്രയും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ വന്ദനം. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം, രക്ഷ നൽകുന്ന വിശ്വാസം. നാം ചിന്തിച്ചു വന്നത് നിർവ്യാജ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിർവ്യാജമായ വിശ്വാസം, an ardent faith, ആഴമേറിയ ഒരു വിശ്വാസം. ഒരു സാധാരണ വിശ്വാസമല്ല, ദാറ്റ്സ് an ardent faith, ആഴമേറിയ വിശ്വാസം. അതാണ് രക്ഷ നൽകുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടു. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമ്മൾ പറയും, ഉവ്വ് എന്ന് പറയും. ഒരു സാധാരണ വിശ്വാസം നമുക്കുണ്ട്, അത് പോരാ. ഇത് വിലയേറിയ ഒരു വിശ്വാസമാണ്. ഇത് സ്വർഗരാജ്യത്തോളം നീണ്ടു ചെല്ലുന്ന വിശ്വാസമാണ്. കാൽവറി ക്രൂസിൽ തുടങ്ങി സ്വർഗത്തോളം ഉയർന്ന് പൊങ്ങുന്നതായ വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേര് പിടിച്ച് കിടക്കണം. ആർഡൻറ്റ് ഫെയ്ത്ത്, നിർവ്യാജമായ വിശ്വാസം, എന്തു വന്നാലും ഇളകാത്തതായ വിശ്വാസം, ഒരു സാഹചര്യം കൊണ്ടും ഇളകിപ്പോകാത്തതായ വിശ്വാസം, കഷ്ടനഷ്ടങ്ങൾ വന്നാലും ഇളകിപ്പോകാത്തതായ വിശ്വാസം, ചഞ്ചലിച്ചു പോകാത്തതായ വിശ്വാസം. അതാണ് നിർവ്യാജമായ വിശ്വാസം. കാരണം യേശുക്രിസ്തു എന്ന അത്ഭുത പുരുഷൻ, അവൻ എന്നെ പിടിച്ചിരിക്കുന്നു. എനിക്ക് ഈ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തു എന്ന ആ അത്ഭുത പുരുഷനെ എനിക്ക് പിടികിട്ടി. അഥവാ അവൻ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഇന്നൊരു സജീവ യാഥാർത്ഥ്യമായി അവൻ എൻ്റെ ഹൃദയത്തിൽ വാഴുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ധൈര്യം. എന്തു വന്നാലും എനിക്ക് കുലുക്കമില്ല. ഇനിയൊരു പാപം പറ്റിയോ അപ്പോൾ പോലും ഞാൻ കലങ്ങുകയല്ല. ഞാൻ ഉടനെ നിലവിളിക്കുകയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം അവനെപ്പോഴും എനിക്ക് അവൈലബിളാണ്. അവനെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ, യഹോവയായ കർത്താവിനെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അപ്പോൾ ഏത് നിമിഷം വീണാലും ഞാൻ ആ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കും. മതി. ആ വിശ്വാസം, ആ ബന്ധം, ആ സ്നേഹം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാം. യേശുവിൽ നിന്ന് അകലം പാലിച്ചാൽ, യേശുവിൽ നിന്ന് നോട്ടം മാറിയാൽ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് താണുപോകും. പത്രോസ് താണുപോയതുപോലെ, നല്ല ധൈര്യമായ തിരമാലകളുടെ മേൽ ചവിട്ടി കർത്താവ് നടന്നതുപോലെ പത്രോസ് നടന്നു തുടങ്ങിയതാണ്. കർത്താവ് അതിനു വേണ്ടി അവനെ വിളിക്കാൻ, കർത്താവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഈ തിരമാലകളുടെ മുകളിൽ കൂടി നടന്നു വരാൻ അനുവാദം കൊടുത്തു. പക്ഷേ നടന്നു തുടങ്ങിയപ്പോൾ വിശ്വാസം അല്പം ഒന്ന് ചഞ്ചലിച്ചു, അല്പം ഒന്ന് വശത്തേക്ക് മാറിപ്പോയി നോട്ടം. അപ്പോഴുണ്ട് ആർത്തിരമ്പുന്ന തിരമാലകളെ കണ്ടു. യേശുവിനേക്കാൾ വലുതായി തിരമാലയെ കണ്ടു. അപ്പോഴിതാ താണുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ നിന്ന് ഒരിക്കലും നമ്മുടെ നോട്ടം മാറാൻ പാടില്ല. യേശുക്രിസ്തുവിൽ നിന്ന് അകലം പാലിക്കാൻ പാടില്ല. യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം. ശ്രദ്ധിച്ച് കേൾക്കൂ, യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം ഇപ്പോൾ ഇവിടെ വായിച്ചത് മഗ്ദലക്കാരി മറിയയുടെ, പാപിനിയായ സ്ത്രീയുടെ ഒരു അനുഭവമാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നാം ആ ഭാഗം കാണുന്നത്. നമുക്ക് ആ ഭാഗം ഒന്നുകൂടി വായിച്ചു കേൾക്കാം.
പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാവിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു. കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശനത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലുമെന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആരവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശീമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിതച്ചത് ശരിയെന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു. നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുമ്മനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാല് പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപമോചനം ലഭിച്ച ഒരു സ്ത്രീ, വിശ്വാസത്താൽ പാപമോചനം ലഭിച്ച ഒരു സ്ത്രീ, പാപമോചനം മാത്രമല്ല, അവൾക്ക് നിത്യരക്ഷയും കിട്ടി. മാത്രമല്ല, അവൾക്ക് സമാധാനം കിട്ടി. മാത്രമല്ല, അവളുടെ വിശ്വാസത്തെ കർത്താവ് അംഗീകരിച്ചു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷ ആകുന്ന വിശ്വാസം. അതുകൊണ്ട് നിനക്ക് രക്ഷയായി. നീ സമാധാനത്തോടെ പോക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ ആ സ്ത്രീക്ക് ലഭിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നതായ വിശിഷ്ട വ്യക്തികൾ, പരീശന്മാരും ശാസ്ത്രിമാരും വേദപണ്ഡിതന്മാരും എല്ലാം ഉണ്ടല്ലോ. അവരെല്ലാം യേശുവിനെ വിമർശിക്കാനാണ് അവിടെ ഒരുമ്പെട്ടത്. ഇവനെ തൊടുന്ന ഈ സ്ത്രീ അവൻ്റെ കാൽക്കൽ വന്നിരുന്ന് കണ്ണീരൊഴുക്കി അവൻ്റെ കാൽപാദം നനയ്ക്കുന്ന ഈ സ്ത്രീ, ആ കാൽപാദം ചുംബിക്കുന്ന ഈ സ്ത്രീ ആരെന്ന് ഇവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അനുവദിക്കുമായിരുന്നു. യേശുക്രിസ്തുവിനെ വിധിക്കുകയാണ്. ആ സ്ത്രീയെ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ യേശു ഇതൊന്നും അനുവദിക്കുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവൾ പാപിയല്ലോ എന്നുള്ളിൽ പറഞ്ഞു. അവൾ പാപിയല്ലോ. പ്രിയപ്പെട്ടവരെ, എന്ത് എളുപ്പമാണ് വിധിക്കാൻ, എന്ത് എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ശരിയാണ്, അവൾ പ്രകടമായ പാപങ്ങളിൽ ജീവിച്ചവളാണ്. പക്ഷേ ഈ പറയുന്നതായ ഉന്നതന്മാരായ ആ വ്യക്തികൾ, പരീശന്മാരും ന്യായശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും എല്ലാം അടങ്ങുന്ന ആ സംഘം, അവരേക്കാണ് പരീശനായ ശീമോൻ അവിടെ വിരുന്നിന് ക്ഷണിച്ചിരുന്നത്. വലിയൊരു എലൈറ്റഡ് ക്ലാസ്സാണ് അവിടെ ഉള്ളത്. അവിടെ ഇടയിലേക്കാണ് ഈ പാവപ്പെട്ട ഈ വ്യഭിചാരകർമ്മത്തിൽ ജീവിച്ചതായ ആ സ്ത്രീ ഓടി വന്ന് കയറുന്നത്. ആരെയോ അന്വേഷിച്ച് വരുന്നതുപോലെ ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കിലേക്ക് അങ്ങ് വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഒട്ടും പിടിച്ചില്ല. അവർ പറയുകയാണ്, ഇവൻ അറിയാൻ മേലെ ഇത് ആരാണെന്ന്, ഇവൾ പാപിയല്ലോ എന്ന് അവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം. ഈ പാപം എന്ന് പറയുന്നത് പുറമേയുള്ള പാപം മാത്രമല്ല. ആ പുറമേയുള്ള പാപമെല്ലാം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ കാണുന്നു അല്ലെങ്കിൽ അറിയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റാരും അറിയാത്ത, എന്നാൽ ദൈവം അറിയുന്ന ചില മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങൾ നമുക്കുണ്ട്. അതവർ കാണുന്നില്ല. ഈ മറ്റുള്ളവരെ വിധിക്കുന്ന ആ മഹാപുരോഹിതന്മാരോ അല്ലെങ്കിൽ ശാസ്ത്രിമാരോ അവരുടെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപം അവർ കാണുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ
അതെല്ലാം കാണുന്ന അഗ്നിജ്വാലയ്ക്കടുത്ത കണ്ണുള്ള നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് അവരിയ്ക്കുന്നതെന്ന് അവർ മറന്നുപോയി. അവർ വിശ്വസിച്ചില്ല, അവർ യേശുവിനെ വിശ്വസിച്ചില്ല. എന്നാൽ ഈ സ്ത്രീയോ യേശുവിനെ വിശ്വസിച്ചു. അവളുടെ ജീവൻ രക്ഷിച്ചത് യേശുവാണ്. വലിയൊരു കൽക്കുമ്പാരത്തിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടി കിടന്ന് അവൾ തകർന്ന് ഞെരിഞ്ഞ് അമർന്ന് മരിച്ചു പോകേണ്ട സ്ത്രീ, അവൾക്ക് യേശു വന്ന് അവളുടെ പാപങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കൊടുത്തു. നീ പോക, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെ വിട്ടു. കല്ലെറിയാൻ വന്നവരെല്ലാം കല്ല് താഴെയിട്ട് വിട്ടുപോയി. നിങ്ങൾ പാപമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ സ്വർഗീയ വചനം, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവരെല്ലാം പാപികളായ, പ്രകടമായ പാപം പറ്റിയവരാണ്. അതുകൊണ്ട് അവർ വിട്ടുപോയി. എന്നാൽ ആ സ്ത്രീ നടുവിൽ നിൽക്കുമ്പോൾ യേശു അവളോട് ചോദിച്ചു, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? സ്ത്രീയെ, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ആ ദിവ്യമായ മുഖശോഭ അവൾ കണ്ടു. ആ സ്നേഹത്തിൻ്റെ മുഖം അവൾ കണ്ടു. ഒരു അദൃശ്യമായ സ്വർഗീയ സ്നേഹത്തിൻ്റെ ആ മുഖം അവൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, യേശു പാപിയെ സ്നേഹിക്കുന്ന മുഖം അവൾ കണ്ടു. ആ സ്നേഹം അവളിൽ കത്തി ജ്വലിക്കാൻ തുടങ്ങി. ഏതോ ഒരു അദൃശ്യമായ സ്നേഹം അവളിൽ കത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് അവൾ യേശുവിൻ്റെ മുഖം അന്വേഷിച്ചത് പിന്നെയും വന്നത്. യേശുവിനെ അവൾക്ക് മറക്കാൻ പറ്റുകയില്ല. തൻ്റെ ജീവൻ രക്ഷിച്ച യേശുവിനെ മറക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണ് അവൾ ഇവിടെ ഈ പരീശനായ ശീമോൻ്റെ വീട്ടിൽ വന്നു വിടുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം അവളിലുണ്ട്. അതുകൊണ്ടാണ് അവൾ യേശുവിനെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ധാരധാരയായി ഒഴുകുന്നത്. അവൾക്ക് പാപബോധമുണ്ട്. അയ്യോ, ഞാൻ പാപിയായ ഒരു സ്ത്രീയാണല്ലോ. എന്നാൽ ഈ നിൽക്കുന്ന അദൃശ്യനായ പുരുഷൻ, അവനൊരു ദൈവപുത്രനാണല്ലോ, അവൻ ദിവ്യ സ്നേഹമാണല്ലോ, അവൻ ദൈവമാണല്ലോ. അവൾക്ക് ആ വിശ്വാസം കിട്ടി. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് അവൾ ഓടി വന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം, അവളിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ മഹാപുരോഹിതന്മാർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല, യേശുവിനെ വിശ്വസിച്ചില്ല. അവർ കുറ്റം കണ്ടു, മറ്റുള്ളവരുടെ കുറ്റം കണ്ടു. എന്നാൽ അവരുടെ കുറ്റം കാണുന്ന ദൈവം അവരുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് അവർ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ദോഷം ഇതാണ്. മറ്റുള്ളവരുടെ കുറ്റം കാണാൻ എളുപ്പമാണ് നമുക്ക്, എന്നാൽ നമ്മുടെ കുറ്റം പലപ്പോഴും നാം കാണുന്നില്ല. അതുകൊണ്ടാണ് അനേക പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. ആത്മീയ ജീവിതത്തിലായാലും, കൂട്ടായ്മകളിലായാലും, ഭവനങ്ങളിലായാലും, സഭകളിലായാലും. പ്രിയപ്പെട്ടവർ, അവനവൻ്റെ കുറ്റം കണ്ട് ദൈവസന്നിധിയിൽ കരയുവാൻ സാധിച്ചാൽ, മോനെ, നീ രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിനക്ക് നീതി ലഭിക്കും. നിന്റെ പാപം കർത്താവ് ക്ഷമിക്കും. ആ തിരുരക്തം നിനക്ക് മറയായി നിൽക്കും. നിനക്ക് കാവലും കോട്ടയുമായ തിരുരക്തം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ സ്ത്രീയെ കർത്താവായ യേശുക്രിസ്തു അവളെ സ്നേഹിച്ചു. കാരണം അവൾ വിശ്വാസത്തോടെ ഓടി രക്ഷകൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. യേശുവിനെ തേടി വന്നിരിക്കുകയാണ്. വന്നവൾ കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. അവിടെ ആ തൃപ്പാദത്തിൽ അവളുടെ കണ്ണുനീർ ധാരധാരയായി വീണു. ആ തൃപ്പാദം അവളെ കണ്ണുനീരുകൊണ്ട് കഴുകി, തലമുടി കൊണ്ട് തുടച്ചു, തിരുതരെ ആ പാദം അവൾ ചുംബിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ കർത്താവിൻ്റെ മേൽ തൈലം പൂശി, ആ പാദത്തിന്മേൽ തൈലം പൂശി. ദൈവത്തിൻ്റെ സ്തോത്രം. ഏറ്റവും വിശിഷ്ടനായ ഒരു വിരുന്നുകാരനെ, ഒരു അതിഥിയെ സ്വീകരിക്കുന്ന യഹൂദ മര്യാദ പ്രകാരം ഇതെല്ലാം അർഹതപ്പെട്ടതാണ്. ഇതെല്ലാം അർഹതപ്പെട്ട യേശുവിന് അവൾ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് അവളോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 40-ാം വാക്യം മൂലം വീണ്ടും നമുക്ക് വായിക്കാം. ശീമോനെ, നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലുമെന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തിന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തിന് 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആരവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശീമോൻ പറഞ്ഞു. അവനോട്, നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചോദിച്ചു, ആ പരീശനായ ശീമോൻ തന്നെ ക്ഷണിച്ച പരീശനോട് കർത്താവ് ചോദിക്കുകയാണ്, ഒരുത്തൻ 500 വെള്ളിക്കാശ് കടപ്പെട്ടിരിക്കുന്നു, വേറൊരുത്തൻ 50 വെള്ളിക്കാശ് കടപ്പെട്ടിരിക്കുന്നു. വീട്ടുവാൻ വകയില്ലായകയാൽ ആ കടക്കാർ, ആ യജമാനൻ അവർക്ക് 2 പേർക്കും ഇളച്ചു കൊടുത്തു, സൗജന്യമായി ഇളച്ചു കൊടുത്തു. വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിലധികം ഈ
ഈ യജമാനെ സ്നേഹിക്കുന്നത് ആരായിരിക്കും? അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അപ്പോൾ ഈ പരീശന് ഉത്തരം പറഞ്ഞു, അധികം വിളച്ചു കെട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞു ശരിയാ. എങ്കിൽ കർത്താവ് ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. നീ ഈ സ്ത്രീയെ കാണുന്നുവോ? നീ ഈ സ്ത്രീയെ കാണുന്നുവോ? ബിഹോൾഡ് ദിസ് വുമൺ. നീ ഒന്ന് നോക്ക്, ഈ സ്ത്രീയെ കാണുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടപെടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവളുടെ അനേകമായ പാപങ്ങൾ ഞാൻ മോചിച്ചു കൊടുത്തിരിക്കുന്നു. എന്താണ് കാരണം? അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അവൾ എന്നെ വളരെ സ്നേഹിച്ചുവല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. അവൾ എന്നെ വളരെ സ്നേഹിച്ചുവല്ലോ. ആ സ്നേഹത്തിൽ നിന്നാണ് ആരാധന വന്നത്. ആ സ്നേഹത്തിൽ നിന്നാണ് കണ്ണുനീരൊഴുകിയത്. ആ സ്നേഹമാണ് കർത്താവിൻ്റെ പാദം ചുംബിക്കാനിടയാക്കിയത്. അവളുടെ ജീവിതത്തിലെ വിലയേറിയ അവൾക്ക് കിട്ടിയതായ ആ വസ്തുക്കൾ, അതുവരെ ഉപയോഗിച്ചതായ, അതുവരെ അവൾ നേടിയതായ എല്ലാം വിറ്റ് അവൾ പരിമളതൈലം വാങ്ങിച്ചു കൊണ്ട് വന്ന് യേശുവിൻ്റെ കാലിന്മേൽ പൂശി. അവൾ പരിഹാരം ചെയ്യുകയാണ്, പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ്. അത് ആരാധന വഴിയാണ്. അതൊരു സത്യ ആരാധന വഴിയാണ്, സ്നേഹത്തിൻ്റെ ആരാധന വഴിയാണ്. പ്രിയപ്പെട്ടവർ, അതാണ് ആരാധനയ്ക്ക് നിദാനം എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ച് തന്നു എന്നുള്ള ഉറപ്പിൽ നിന്നാണ് ആരാധന ഉണ്ടാകുന്നത്. സ്തോത്രം. നമുക്ക് ആരാധിക്കുന്നതല്ലേ പ്രിയപ്പെട്ടവർ? നാം പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നാം വിശുദ്ധ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നവരാണല്ലോ, അല്ല നമ്മുടെ കൂട്ടായ്മകളിൽ നാം ആരാധിക്കുന്നുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ആരാധന സത്യാരാധനയാകണമെങ്കിൽ അത് സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരണം. നിങ്ങൾ മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരണം. എന്താണ് സ്നേഹത്തിൻ്റെ കാരണം? എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. യേശു എന്നെ രക്ഷിച്ചു. യേശു തൻ്റെ രക്തം കൊടുത്ത് എന്നെ രക്ഷിച്ചു. യേശു, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. എൻ്റെ പാപത്തിന് ശിക്ഷ ഏൽക്കേണ്ട സ്ഥാനം, ഞാൻ ഏൽക്കേണ്ട സ്ഥലത്ത് യേശു എൻ്റെ ശിക്ഷയേറ്റു. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അവൻ ക്രൂശിൽ അവൻ്റെ അവസാനത്തുള്ളിൽ രക്തം വരെ ഊറ്റിത്തന്നു. ആ തിരുരക്തം കൊടുത്ത് എന്നെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിലക്കി മേടിച്ചു. എന്നെ അവൻ്റെ സ്വന്തമാക്കി, എന്നെ അവൻ്റെ സ്വന്തമാക്കി, എന്നെ അവൻ്റെ മകനാക്കി, എന്നെ മകളാക്കി. അവൻ നിത്യമായ സ്വർഗരാജ്യത്തിന് അവൻ എന്നെ അവകാശിയാക്കി. പ്രിയപ്പെട്ടവരെ, യേശു ഇതെല്ലാം സൗജന്യമായി എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ഇതെല്ലാം വിശ്വസിപ്പാനുള്ള വലിയ സൗജന്യ കൃപ എനിക്ക് തന്നു. തിരുവചനം എന്നെ കേൾപ്പിച്ചു. ജീവൻ്റെ വചനമുള്ള സത്യകൂട്ടായ്മയിൽ എന്നെ കൊണ്ടുവന്നു. ആ വചനം എന്നെ കേൾപ്പിച്ചു. അയ്യോ ഒരു ദൈവമേ, നിൻ്റെ സ്നേഹം എത്ര വലിയത്! ഞാനിത് കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ആരാധനകൾ, എൻ്റെ പതിവ് ആരാധനകൾ, എൻ്റെ പള്ളി ഭക്തിയും എൻ്റെ വ്യർത്ഥമായ വഴിപാടുകളും എൻ്റെ വ്യർത്ഥമായ ആരാധനകളും ചില ചടങ്ങുകളെല്ലാം ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പെരുന്നാൾ ആചരിച്ചും പെരുന്നാൾ ഏറ്റുകഴിച്ചും എൻ്റെ ദൈവമേ വഴിപാടുകൾ കഴിച്ചും തൃപ്തിപ്പെട്ട് അതിലപ്പുറം ഒരു ആരാധനയില്ലെന്നാണ് വിചാരം. പ്രിയപ്പെട്ടവർ, അങ്ങനെ നശിച്ചു പോകുമായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ആരാധന തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ എൻ്റെ വിശ്വാസം ശരിയായിരുന്നില്ല. ഞാൻ അതിൻ്റെ നിദാനമായ അടിസ്ഥാനമായ വിശ്വാസം ഞാൻ സ്വന്തമാക്കിയില്ല. അതിന് തക്കവണ്ണം വചനം കിട്ടിയില്ല. വചനത്തെ ഞാൻ സ്നേഹിച്ചില്ല. വചനം ഞാൻ അന്വേഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ മിഥ്യയായ ചടങ്ങുകളുടെ പിന്നാലെ, വ്യർത്ഥമായ ആ ചടങ്ങുകളുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പള്ളിയുടെ കുറ്റമല്ല, സഭയുടെ കുറ്റമല്ല, കുറ്റം എൻ്റേത് തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിൽ ഞാൻ വളരെ സമാധാനത്തോടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ദൈവത്തിന് സ്തോത്രം. 1989 മുതൽ ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ വന്ന് ബഹുമാനപ്പെട്ട യോഹന്നാൻ നാവിൽ കൂടെ ഈ സത്യമായ വചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, യാതൊരു മറപൊരുളും കൂടാതെ പ്രിയപ്പെട്ടവരെ അത് വ്യക്തമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടവും മനസ്സും പൊഴിച്ചു തരുന്ന രംഗത്ത്
പോയിരുന്നതെല്ലാം ഊറ്റിക്കൊടുക്കുവാൻ, തേൻ പോലെ ഊറ്റിക്കൊടുക്കുവാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, യേശുവാണ് എൻ്റെ രക്ഷകൻ. ആ രക്ഷകനോടുള്ള സ്നേഹമാണ് ആരാധനയുടെ ദാനം. ഇന്ന് ഞാൻ ആരാധിക്കുന്നവനാണ്, ഇന്ന് ഞാൻ പള്ളിയിൽ പോകുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ, ദൈവമേ, എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് ഇന്നും ഉരുണ്ട് വീഴുന്നത് ഞാൻ അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം അവിടെ അനുഷ്ഠിക്കുന്നതായ കുർബാന, അതെൻ്റെ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണത്. എനിക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ ശരീരമാണത്. യേശുവിൻ്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സ്വർഗത്തെ തീയാണ് അവിടെ ഇറങ്ങുന്നത്. ആരെല്ലാം കണ്ടില്ലെങ്കിലും, അല്ല അനുഷ്ഠിക്കുന്നവർക്ക് പോലും മനസ്സിലായില്ലെങ്കിലും എനിക്കത് മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടവർ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരു കഴിവുമല്ല, എൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണത്. പ്രിയപ്പെട്ടവരെ, സത്യമായ ആരാധന എന്തെന്ന് ദൈവമേ, എൻ്റെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. യേശുവിനെ സ്നേഹിച്ചാൽ പാപങ്ങൾക്ക് മോചനമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട് നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അവനോടുകൂടെ പന്തിയിലിരുന്നവർ വീണ്ടും വിമർശിക്കുകയാണ്. അവിടെ പന്തിയിലിരുന്നവർ വിമർശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വിശ്വാസമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് വിലയേറിയൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. വലിയ മഹാപുരോഹിതന്മാർക്ക് പോലും മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ചോദ്യങ്ങൾ വരാതിരുന്നാൽ നല്ലത്. പരിശുദ്ധാത്മാവിനെതിരായി ചോദ്യങ്ങൾ വരാതിരുന്നാൽ നല്ലത്. പരിശുദ്ധാത്മാവിനെ വില കുറച്ച് കാണാതിരുന്നാൽ നല്ലത്. പരിശുദ്ധാത്മാവിൽ സംസാരിച്ച ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ അഭിഷേകന്മാരെ വില കുറച്ച് കാണിക്കാതിരുന്നാൽ നല്ലത്. നിനക്ക് നിൻ്റെ കുടുംബത്തിന് നല്ലത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ? യേശുവിനോടാണ് പറയുന്നത് എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ, യേശുവോ സ്ത്രീയോട് മതിയായില്ല, അനുഗ്രഹം കൊടുത്ത് മതിയായില്ല. അവനോ സ്ത്രീയോട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഈ സമയത്ത് ഈ ഒരു വലിയ സ്വർഗീയ വാഗ്ദാനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശു നിങ്ങളുടെ നേരെ നോക്കി പറയുന്നു, ഈ മോനെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു അടിസ്ഥാനപരമായ വിലയേറിയ വിശ്വാസം നിനക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. ഈ വാക്ക് കേൾക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം എന്തൊരു മഹാഭാഗ്യമായിപ്പോയി. കർത്താവ് ആ പാപിനിയായ സ്ത്രീയോടാണ് പറയുന്നത്. അനേക വർഷങ്ങൾ ആരാധന ചെയ്തും പള്ളിയിൽ പോയും അല്ലെങ്കിൽ എൻ്റെ ആത്മീയ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് നടന്ന് വലിയ ആത്മീയ പാരമ്പര്യമുണ്ടെന്ന് അഭിമാനിക്കാനൊന്നും അവൾക്കില്ല. പ്രിയപ്പെട്ടവർ, ആ പാപിനിയായ സ്ത്രീ, പാപം മാത്രം ശീലിച്ച സ്ത്രീയോടാണ് യേശു പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല. കർത്താവ് അവളോട് പിന്നെയും പറയുകയാണ്, സമാധാനത്തോടെ പോക. എന്തെല്ലാം കിട്ടി? കർത്താവിനെ വിമർശിച്ചവർക്ക് കർത്താവിൻ്റെ നിന്ന് ഒരിക്കലും സമാധാനം കിട്ടിയില്ല, രക്ഷ കിട്ടിയില്ല, പാപമോചനം കിട്ടിയില്ല. കർത്താവിനെ ക്ഷണിച്ച പരീശന് പോലും പാപമോചനം കിട്ടിയില്ല. അവൻ്റെ ഉള്ളിലെ സംശയങ്ങളും അവൻ്റെ ഉള്ളിലെ ചോദ്യങ്ങളും അവന് രക്ഷ കൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവന് കിട്ടാത്ത സ്നേഹം, അവന് കിട്ടാത്ത വിശ്വാസം, അവന് കിട്ടാത്ത പരീശനായ ശീമോന് കിട്ടാത്തതായ രക്ഷ എൻ്റെ യേശു ഈ പാപിയായ സ്ത്രീക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക. യേശുവിനെ ക്ഷണിച്ചവന് സമാധാനം കിട്ടിയില്ല, എന്നാൽ അവിടെ ഓടി വന്ന പാപിനിയായ സ്ത്രീക്ക് സമാധാനം കിട്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രക്ഷ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? രക്ഷകൻ അടുത്ത് വന്നിട്ടുണ്ട്. ഈ വചനത്തിൽ കൂടെ കർത്താവായ യേശു എന്ന രക്ഷകൻ, നിൻ്റെ രക്ഷകൻ, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവൻ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ
അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യെശയ്യാപ്രവചനം 53:4 മുതൽ പറയുന്ന വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷകനായ യേശുവാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് കെഞ്ചുന്നത്. മോനെ, നിനക്ക് വേണ്ടേ സമാധാനം? നീ സമാധാനമില്ലാതെ വലിയാണല്ലോ. നിൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലല്ലോ. നിൻ്റെ മക്കൾ വലിയാണല്ലോ. നിൻ്റെ ഭാര്യയും നീയും തമ്മിൽ സമാധാനമില്ലാതെ അവിടെ എന്നും നെടുവീർപ്പുകളും അവിടെ വാദങ്ങളും തർക്കങ്ങളും ആണല്ലോ. നിൻ്റെ മക്കൾ നിന്നെ സ്നേഹിക്കുന്നില്ല, അവരെ ഒരിക്കലും അനുസരിക്കുന്നില്ല. നിൻ്റെ മക്കൾക്കൊരു സമാധാനം കൊടുക്കാൻ നിനക്കും കഴിയുന്നില്ലല്ലോ. നിനക്കൊരു സമാധാനം തരാൻ നിൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും കഴിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സമാധാനമില്ല. ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പ്രവർത്തിച്ചാൽ അവിടെ സമാധാനമില്ല, ഇടവകളിൽ സമാധാനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഈ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സ്വന്തമായ സമാധാനം, അവൻ തരുന്ന സമാധാനം, വ്യക്തിപരമായ സമാധാനം, യേശുവാകുന്ന സമാധാനം എന്ന് വേണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനോട് വാക്ക് പറയൂ. അത് തരാനായിട്ട് അധികാരമുള്ളവനാണ് വന്നിരിക്കുന്നത്. നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരുവാൻ അധികാരമുള്ളവനാണ് വന്നിരിക്കുന്നത്. സമാധാന പ്രഭുവാണ് വന്നിരിക്കുന്നത്. സമാധാനവും രക്ഷയും സ്നേഹവും തരുവാൻ അധികാരമുള്ളവനാണ്. സ്നേഹത്തിൻ്റെ ഉടയവനാണ് വന്നിരിക്കുന്നത്. രക്ഷയുടെ ഉടയവനാണ് വന്നിരിക്കുന്നത്. സമാധാനത്തിൻ്റെ ഉടയവനാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കൂ. യേശുവേ, സമാധാനത്തിൻ്റെ ദൈവമേ, എൻ്റെ പ്രാണപ്രിയനായ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയം നിനക്ക് തുറന്നു വരുന്നു കർത്താവേ. ഇനി മേലാൽ ഞാൻ സംശയിക്കില്ല, ഇനി ഞാൻ പാപത്തിലേക്കില്ല. എൻ്റെ കർത്താവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഉള്ളിൽ നിവാസം ചെയ്യണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. യേശുവെ, സമാധാനം തരണമേ. യേശുവെ, നിത്യരക്ഷ തരണമേ. സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി എന്നെ തീർക്കണമേ. യേശുവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. വിശ്വാസം തരണമേ. യേശുവേ, സ്വസ്ഥത തരണമേ. തൻ്റെ എല്ലാ നന്മകളാലും എന്നെ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ കരുണയുള്ള കർത്താവേ, അൻപുള്ള രക്ഷിതാവേ, സ്വർഗീയമായ ദാനങ്ങളും നന്മകളും അടിയന്മേൽ പകർന്നതായി നിൻ്റെ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും ശിരസിൽ പൊന്നുകരം വെക്കണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. നിത്യരക്ഷ പ്രദാനം ചെയ്യണമേ കർത്താവേ. എൻ്റെ ദൈവമേ, വിശ്വാസത്താൽ നിറയ്ക്കണമേ. യേശു നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് തുറന്നുമാറാകണമേ. ആമേൻ.